വാർത്തകളിലേക്ക് വിശദമായി കിഫ്ബി സംബന്ധിച്ച CAG റിപ്പോർട്ട് വിവാദത്തിൽ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭാ സ്പീക്കർക്ക് വിശദീകരണം നൽകി. CAG റിപ്പോർട്ട് തയ്യാറാക്കിയത് ചട്ടമനുസരിച്ചാണോ എന്ന് വ്യക്തമാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. സഭയിൽ വയ്ക്കാൻ തന്ന റിപ്പോർട്ട് ചട്ടപ്രകാരമാണോ എന്ന് പരിശോധിക്കണം. കരട് റിപ്പോർട്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. സ്പീക്കർ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്നും മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പല ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളും ചർച്ച അർഹിക്കുന്ന ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഈ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടുണ്ട്. CAG തന്നെ നിർണയിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസിനെ അടിസ്ഥാനമാക്കിയാണോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്? അതിൻ്റെ ലംഘനമുണ്ടെങ്കിൽ അത്തരം റിപ്പോർട്ട് സഭയിൽ വെക്കാൻ തരുന്നത് ഉചിതമാണോ? സഭയുടെ അവകാശ ലംഘനം അവിടെ ഇല്ല. ഇതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, സ്പീക്കറുടെ കണ്ടതിന് ശേഷമുള്ള ധനമന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. സഭയിൽ വെൽക്കാൻ തന്ന റിപ്പോർട്ട് ചട്ടപ്രകാരമാണോ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. എന്ത് വിശദീകരണമാണ് അദ്ദേഹം സ്പീക്കർക്ക് നൽകിയത്? വിവരങ്ങൾ എന്താണ്? ഐസക്കിന്റെ മറുപടിയിൽ നിന്ന് ഒന്ന്, കരട് റിപ്പോർട്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയത്. കരട് റിപ്പോർട്ടിൽ ഇത്തരം വിമർശനങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞത് കരട് റിപ്പോർട്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥ റിപ്പോർട്ടാണെന്ന് കരുതിയില്ല എന്നിപ്പോൾ ഐസക് പറയുന്നു. മറ്റൊന്ന്, CAG റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ തന്നെ ചട്ടലംഘനമുണ്ട്. CAG റിപ്പോർട്ട് തയ്യാറാക്കാൻ അംഗീകരിക്കപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ടാണോ CAG ഈ വിഷയത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്? അത് പരിശോധിക്കണമെന്ന ആവശ്യം കൂടി ഐസക് സ്പീക്കർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ ചർച്ചകൾ വേണമെന്ന ആവശ്യവും അദ്ദേഹം സ്പീക്കർക്ക് മുന്നിൽ വെച്ചതായാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, സ്പീക്കർക്ക് എന്ത് നടപടിയുമായി മുന്നോട്ട് പോകാം, ആ നടപടിയുമായി സഹകരിക്കും. സ്വാഭാവികമായും ഈ വിഷയത്തിൽ സ്പീക്കർക്ക് ചെയ്യാനാവുക പ്രതിപക്ഷത്തിന്റെ പരാതി എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിടുക എന്നുള്ളതാണ്. കമ്മിറ്റി ചേരുകയും ഐസക്കിനെയും പരാതിക്കാരനെയും വിളിച്ച് മൊഴിയെടുക്കുകയും ചെയ്യേണ്ട നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അത്തരം നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും ഇതിന് നടപടി ഇന്നുകൊണ്ട് അവസാനിക്കില്ല എന്ന് ഉറപ്പാണ്. ഐസക്കിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയിലേക്ക് സ്പീക്കർ പോകും. ആ നടപടി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൈമാറാൻ തന്നെയായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അരുൺ, ഒപ്പം KSFയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണം കൂടി ധനമന്ത്രി നടത്തുകയുണ്ടായല്ലോ. വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയല്ല എന്ന് ധനമന്ത്രി പറയുന്നു. അപ്പോൾ ഈ ഉപദേഷ്ടാവാണ് ഇപ്പോൾ സംശയ നിഴലിൽ നിൽക്കുന്നത്. അതിനെക്കുറിച്ചുള്ള സൂചനകൾ തന്നെയാണോ ഐസക്കും ഇന്നത്തെ വാക്കുകളിൽ നൽകിയത്? ഐസക് ആ വിവാദത്തിൽ നിലപാട് അല്പം മയപ്പെടുത്തുകയാണ്. കടുത്ത വിമർശനം വിജിലൻസിനെതിരെ ഉന്നയിച്ച ഐസക് ഇപ്പോൾ ആ രീതിയിൽ ഉന്നയിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് വരെ ഈ വിവാദം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ട്, അതിന് താൻ കൂട്ടുനിൽക്കുന്നില്ല. ഇതാണ് ഐസക്കിന്റെ പ്രതികരണം. വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ട് വരുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയും. അതിനു മുമ്പ് തന്നെ ചിട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് KSFയിലെ ചിട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് വിജിലൻസിന്റെ കണ്ടെത്തൽ കൂടിയാണ്. ആ കാര്യങ്ങളിൽ സ്വമേധയാ പരിശോധന നടത്താൻ തയ്യാറാണ്. ഏതെങ്കിലും തരത്തിൽ ചിട്ടി നടത്തിപ്പിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? വരുത്താത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ കൂടിയും ആ ചിട്ടി നടത്തിപ്പിലെ മാറ്റങ്ങളുടെ കാര്യത്തിൽ സർക്കാരും KSFയും പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് ഐസക് പറയുന്നു. താൻ വിമർശിത മുഖ്യമന്ത്രിയല്ല, അത്തരം വ്യാഖ്യാനങ്ങൾ തെറ്റാണ്. ഏതായാലും വിജിലൻസിനെതിരെയുള്ള നേരത്തെയുള്ള കടുത്ത നിലപാടിൽ നിന്ന് ഐസക് അല്പം പിന്നാക്കം പോയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ധനമന്ത്രി സ്പീക്കറെ കണ്ടതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ ഒരു പൂർണ്ണ വിവരം. KSFയിലെ വിജിലൻസ് റെയ്ഡിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയാണ് ഇപ്പോൾ സംശയനിഴലിൽ. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് റെയ്ഡിന് പിന്നിലെന്നാണ് CPM നേതാക്കളുടെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉപദേശകൻ കൂടിയാണ് ശ്രീവാസ്തവ. നമ്മുടെ സംസ്ഥാനത്ത് കുറേ ഏജൻസികൾ അന്വേഷണം നടന്നുണ്ട്. ആളുകളുടെ അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യമനുസരിച്ചും ആണ് അന്വേഷണമൊക്കെ നടക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വിജിലൻസിന് ഉപയോഗിച്ച് ഇതേപോലൊരു സ്ഥാപനം ഇതാരെയെ സഹായിക്കുക? യഥാർത്ഥത്തിൽ സ്വകാര്യ പണമിടപാടുകാരെ, സ്വകാര്യ ചിട്ടി തട്ടിപ്പുകാരെ. KSFയിലെ റെയ്ഡിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് CPM നേതാക്കളുടെ അഭിപ്രായം. സംശയമുന നീളുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവിലേക്കും. റെയ്ഡ് വിവരം മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞിരുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നു. രമൺ ശ്രീവാസ്തവ അറിഞ്ഞിരുന്നെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഉപദേശകനാകും മുന്നേ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സുരക്ഷാ ഉപദേശക സമിതി അംഗമായിരുന്നു ശ്രീവാസ്തവ. ഇപ്പോഴും ആ പദവി തുടരുന്നുണ്ടെന്ന് കമ്പനിയുടെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു. നേരത്തെ തന്നെ പോലീസ് ഉപദേശകന്റെ പല നടപടികളിലും CPMൽ
ശക്തമായ എതിരഭിപ്രായമുണ്ട്. റെയ്ഡിനേക്കാൾ ഉപരി KSFE-യിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുവെന്ന ആരോപണമാണ് CPM ഗൗരവത്തോടെ കാണുന്നത്. എന്നാൽ ഇതുവരെയും പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. റെയ്ഡിൽ CPI-ക്കും കടുത്ത അമർഷമുണ്ട്. ചിട്ടി ഇടപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലക്ഷക്കണക്കിനുള്ള ആളുകൾക്ക് ആശങ്ക ഉണ്ടാവുന്ന നിലയിൽ ഒരു റെയ്ഡ് നടത്താൻ പാടില്ലായിരുന്നു. അതിലെന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനുമുള്ള ആ ഒരു മനോഭാവമാണ് അതിലെടുക്കേണ്ടിയിരുന്നത്. ഈ കാണിച്ചത് എന്തായാലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. വിജിലൻസിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും വിവാദ വ്യവസായങ്ങൾക്ക് ഇന്ധനം പകരുന്നതാണ് നടപടിയെന്നും CPI മുഖപത്രത്തിലൂടെ വിമർശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം റെയ്ഡ് വിവാദമായപ്പോൾ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് വിജിലൻസ്. പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകളല്ല, സാങ്കേതിക വീഴ്ചകൾ മാത്രമെന്നാണ് നിലവിലെ വിശദീകരണം. അനൌദ്യോഗികമായാണ് ഇത്തരം വിശദീകരണങ്ങൾ നൽകുന്നത്. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അവധി വെട്ടിച്ചുരുക്കി വിജിലൻസ് ഡയറക്ടർ വ്യാഴാഴ്ച തിരിച്ചെത്തും. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ റെയ്ഡിൽ നിന്നും വിജിലൻസ് പിന്നോട്ടെന്ന സൂചന. കള്ളപ്പണം വെളുപ്പിച്ചതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഒഴിവാക്കി സാങ്കേതിക വീഴ്ചകൾ മാത്രമെന്ന വിശദീകരണമാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്നത്. KSFE-യിൽ അഴിമതി നടന്നെന്നോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പണം വെട്ടിച്ചെന്നോ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പൊള്ളച്ചിട്ടിയിൽ ഉൾപ്പെടെ സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നുമാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. റെയ്ഡ് നടത്തുന്നത് സംബന്ധിച്ച യൂണിറ്റുകൾക്ക് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് പുറത്തായി. അതിനിടെ വിവാദങ്ങൾ കണക്കിലെടുത്ത് അവധി വെട്ടിച്ചുരുക്കി വിജിലൻസ് ഡയറക്ടർ വ്യാഴാഴ്ച തിരിച്ചെത്തും. വിജിലൻസ് പരിശോധന നടന്ന 40 KSFE ബ്രാഞ്ചുകളിൽ ആഭ്യന്തര ഓഡിറ്റ് ഇന്നു മുതൽ ആരംഭിച്ചു. പരിശോധന നടത്താനുണ്ടായ സാഹചര്യം, എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ധനവകുപ്പും KSFE-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോഴാണ് വിജിലൻസ് കൂട്ടിലടച്ച തത്തയായതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചു. KSFE-യിൽ അഴിമതി കണ്ടെത്തിയ വിജിലൻസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഏജൻസിയായി വിജിലൻസ് മാറിയെന്നും ചെന്നിത്തല പാലക്കാട്ട് പറഞ്ഞു. റെയ്ഡ് സംബന്ധിച്ച് ദുരൂഹതയെന്ന് KPCC പ്രസിഡന്റ് പ്രതികരിച്ചു. KSFE-യുടെ വിശ്വാസ്യത തകർക്കുന്ന നടപടിയാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ ധനമന്ത്രി ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. ആരുടെ ആശീർവാദത്തോടെയാണ് റെയ്ഡ് നടത്തിയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് ഊരാളുങ്കലുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ED അന്വേഷണമെന്നാണ് സൂചന. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ആരോപണം തെളിയിക്കുന്ന ഒന്നും EDക്ക് ലഭിച്ചിട്ടില്ലെന്നും ഊരാളുങ്കൽ സൊസൈറ്റി പ്രസിഡന്റ് രമേശൻ പാലേരി പറഞ്ഞു. കസ്റ്റംസ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് M ശിവശങ്കറിനെ റിമാൻഡ് ചെയ്തു. കസ്റ്റഡി അപേക്ഷയിൽ നാളെ വിധി പറയും. ശിവശങ്കർ സമർപ്പിച്ച ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളം കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അതേസമയം കോടതിയോട് ചില കാര്യങ്ങൾ സ്വകാര്യമായി പറയാനുണ്ടെന്ന് സ്വപ്നയും സരിത്തും വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, നാളെയാണ് കോടതിയുടെ തീരുമാനം വരാനിരിക്കുന്നത്. ഇതിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രതികൾ കോടതിയെ ധരിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെയ്ഡിക ഇക്കാര്യത്തിൽ കസ്റ്റംസ് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്ന് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു, കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇത്തരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതിൽ പ്രധാനമായും പറയുന്നത് വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിൽ ഇതിൽ ശിവശങ്കറിനെതിരെ സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ശിവശങ്കറിന് 2 ഫോണുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ ഒരു ഫോൺ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഫോൺ കൂടി കണ്ടെത്താനുണ്ട്. ഇതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതുകൊണ്ട് ഇവരുടെ കസ്റ്റഡി കാലാവധി ദീർഘിപ്പിക്കണമെന്നാണ് പ്രധാനമായും കസ്റ്റംസ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ വാദം നടക്കവെയാണ് പ്രതികളായ സരിത്തും അതോടൊപ്പം തന്നെ സ്വപ്നയും കോടതിയോട് തങ്ങൾക്ക് സ്വകാര്യമായി ചിലത് ബോധിപ്പിക്കാൻ കോടതിയോടുണ്ട്, നേരിട്ട് പറയാനുണ്ട് എന്ന് കോടതി മുമ്പാകെ പറഞ്ഞത്. അപ്പോൾ കോടതി അത് അഭിഭാഷകൻ വഴി അത് രേഖാമൂലം തന്നെ നൽകുവാൻ ഇരുവരോടും ആവശ്യപ്പെടുകയായിരുന്നു. അതിൽ ഒരുപക്ഷെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ അഭിഭാഷകർ മുഖേന ഇത്തരം കാര്യങ്ങൾ എഴുതി നൽകാനാണ് സാധ്യതയുള്ളത്. ഇരുവരെയും 3 ദിവസത്തേക്ക് കൂടി ഇരുവരുടെ കസ്റ്റഡി കാലാവധി ദീർഘിപ്പിച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി, അതിനുള്ള അപേക്ഷ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയും ഈ കേസിൽ വരുന്നുണ്ട്. ഇതും നാളെയാണ് ഇതിൽ രണ്ടിലും വിധി ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് ശിവശങ്കറെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കസ്റ്റഡി അപേക്ഷയിലും ജാമ്യാപേക്ഷയിലും നാളെയാണ് കോടതി വിധി പറയാൻ പോകുന്നത്. പക്ഷേ ചില നിർണായക നടപടികൾ ഇന്ന് കോടതിയിൽ ഉണ്ടായിരിക്കുന്നു പ്രതികളുടെ ഭാഗത്തു നിന്നും എന്നതാണ് ഡാനിപ്പോൾ വിവരങ്ങൾ നൽകിയത്. IT വകുപ്പിലെ പദ്ധതികളിൽ നിന്ന് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിനെ ഒഴിവാക്കി. 2 വർഷത്തേക്കാണ് വിലക്ക്. കെ-ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറും പുതുക്കില്ല. സ്പേസ് പാർക്കിലെ സ്വപ്നയുടെ നിയമനത്തെ തുടർന്നാണ് നടപടി. മതിയായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരെ നിയമിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഈ റിപ്പോർട്ടിൽ പക്ഷേ ഈ സ്വപ്നയുടെ നിയമനമാണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ തുടർന്നാണ് ഇത്തരം നടപടി എന്ന് സൂചിപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സർക്കാർ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ കൺസൾട്ടന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പരിശോധിക്കണമെന്ന് നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ IT വകുപ്പിലെ എല്ലാ പദ്ധതികളിലെയും കരാർ നിയമനങ്ങൾ പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് IT വകുപ്പിലെ ജോലിക്ക് കയറിയത് മതിയായ യോഗ്യതകളില്ലാതെയാണ് എന്ന് കണ്ടെത്തിയിരുന്നു. കൂടാതെ അതിൽ സമർപ്പിച്ചിരുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമാണെന്നും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എല്ലാ കരാറുകളും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽ മതിയായ യോഗ്യതകളില്ലാത്ത ആളുകളെ നിയമിച്ചത് ഗുരുതര കൃത്യവിലോപമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ സ്വപ്നയുടെ പേര് ഇതിൽ എടുത്തു പറയുന്നില്ല. ഒരു പക്ഷേ മറ്റ് ഏതെങ്കിലും നിയമനങ്ങൾ കൂടി ഇതിൽ കൂടി ഉണ്ടാകും. അക്കാര്യങ്ങൾ ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നില്ല. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ കരാർ ഈ നിലവിലെ PWCയുമായുള്ള കരാറിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവായി. ഇതുകൂടാതെ കെ-ഫോണുമായി ബന്ധപ്പെട്ട കരാർ കാലാവധി അവസാനിച്ചു, അത് പുതുക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെ ഇമെയിലായി നോട്ടീസ് അയക്കും. ഈ ആഴ്ച അവസാനമോ അടുത്ത തിങ്കളാഴ്ചയോ ഹാജരാകാനായിരിക്കും നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ചൊവ്വാഴ്ച ആരംഭിക്കുന്നതിനാൽ EDയുടെ ചോദ്യം ചെയ്യൽ ഇടതുമുന്നണിക്ക് രാഷ്ട്രീയ വെല്ലുവിളിയാകും. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ MC കമറുദ്ദീൻ MLAയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. രാവിലെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ 75 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി അടുത്ത ആഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ കമറുദ്ദീന്റെ അഭിഭാഷകന് ഓൺലൈൻ വാദത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിനാൽ ഉച്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിച്ച കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ചില കേസുകളിൽ കൂടി കമറുദ്ദീനെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കമറുദ്ദീൻ ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിൽ ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തമിഴ്നാട്ടിലും കേരളത്തിലും തെക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് അറിയിപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? ഓഖിയുടെ വാർഷികമാണ്, കടുത്ത ജാഗ്രതയാണോ സംസ്ഥാനത്ത്? തീർച്ചയായും ഏറ്റവും പുതിയ വിവരപ്രകാരം 24 മണിക്കൂറിനകം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അത് ചുഴലിക്കാറ്റായി മാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വരും മണിക്കൂറിൽ, അതായത് ഒരുപക്ഷെ അടുത്ത 7 മണിക്കൂറിനകം തന്നെ ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും. അതിനുശേഷം ചുഴലിക്കാറ്റായി മാറും. 24 മണിക്കൂറിനകം ചുഴലിക്കാറ്റായി മാറും എന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 710 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ഈ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനം. ഇത് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഏകദേശം മണിക്കൂറിൽ ഇപ്പോൾ ചുഴറ്റുന്നത് ഏകദേശം മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലാണ്. ഇത് കൂടുന്നതിനനുസരിച്ചാണ് ചുഴലിക്കാറ്റായി തീരുമാനിക്കുന്നത്. ചുഴലിക്കാറ്റായി 24 മണിക്കൂറിനകം ചുഴലിക്കാറ്റായി മാറുകയും ശ്രീലങ്കയിൽ എത്തുകയും ചെയ്യും. ശ്രീലങ്കയിൽ നിന്ന് ഇത് ബംഗാൾ ഉൾക്കടലിലൂടെ തന്നെ സഞ്ചരിച്ച് ആദ്യം തമിഴ്നാട് തീരത്തേക്കും അതിനുശേഷം കേരള തീരത്തേക്കും എത്തും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോഴും പുതിയ മുന്നറിയിപ്പിലും ഈ ചുഴലിക്കാറ്റ് ഏത് ദിശയിൽ കൃത്യമായി സഞ്ചരിക്കുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം.
എന്തായാലും ഈ നിലവിലെ മുന്നറിയിപ്പുകൾ പ്രകാരമാണ് കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച 4 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് റെഡ് അലേർട്ട്. ഇതുകൂടാതെ നാളെ മുതൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കും. അതിന് കലാ കായിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ മിടുക്കരായ കുട്ടികളെ കണ്ടെത്താൻ അവസരം. ന്യൂസ് 18ഉം ബൈജൂസ് ആപ്പും ചേർന്നൊരുക്കുന്ന ബൈജൂസ് യങ് ജീനിയസിൽ ഇപ്പോൾ നാമനിർദ്ദേശം നൽകാം. പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാം. I have a feeling whenever I give something, I feel happy. For me, it was very far-fetched to think I'd get to fly on the space shuttle. ചെറുപ്രായത്തിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലികൾ. അത്തരത്തിലുള്ള ഇന്ത്യൻ യുവ പ്രതിഭകളെ നിങ്ങൾക്കറിയാമോ? എങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക. log on to news18.com/younggenius അല്ലെങ്കിൽ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ യങ് ജീനിയസ് എന്ന സെക്ഷൻ സന്ദർശിക്കുക. ബൈജൂസ് യങ് ജീനിയസ് ഒരു ന്യൂസ് 18 സംരംഭം. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ന്യൂസ് അപ്ഡേറ്റ്സ് തുടരുകയാണ്. കാർഷിക നിയമത്തെ ന്യായീകരിച്ചും പ്രതിപക്ഷത്തെ വിമർശിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരെ വഞ്ചിച്ചവരാണ് വ്യാജ പ്രചാരണത്തിന് പിന്നിലെന്ന് മോദി ആരോപിച്ചു. കർഷകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ് നിയമനിർമ്മാണം നടത്തിയതെന്നും മോദി പറഞ്ഞു. कि किसान अगर सरकारों की बातों से कई बार आशंकित रहता है तो उसके पीछे दशकों का ये लंबा छल का इतिहास है. और दूसरी ये कि जिन्होंने वादे तोड़े, छल किया, उनके लिए ये झूठ फैलाना एक प्रकार से आदत बन गई है, मजबूरी बन चुका है. जो पहले होता था वैसा ही अब भी होने वाला है, क्योंकि उन्होंने ऐसा ही किया था. इसलिए वही फॉर्मूला लगा करके आज भी देख रहे हैं. लेकिन जब इस सरकार का ट्रैक रिकॉर्ड देखोगे तो सच आपके सामने खुल करके आ जाएगा. അതേസമയം കർഷക പ്രതിഷേധം 5ാം ദിവസത്തിലേക്ക് കടന്നു. സമരം പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ചർച്ചകൾ സജീവമാക്കി. 4 മണിക്കൂറിനിടെ 2 തവണയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം വിളിച്ചത്. ഉപാധികളില്ലാതെ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായേക്കുമെന്നാണ് സൂചന. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഈ കർഷക പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ട സ്ഥിതിയിലേക്ക് കേന്ദ്രം എത്തുകയാണ് എന്നാണോ? ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഏറെക്കുറെ ഉറപ്പായോ? രേണുക, ഉപാധികളോടെയുള്ള ചർച്ച എന്ന നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്. നാളെ തന്നെ സർക്കാർ സമരക്കാരുമായി ചർച്ചയ്ക്ക് ഒരുക്കമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. അതേസമയം കർഷകരാകട്ടെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറച്ച നിലപാടിലുമാണ്. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറും എന്ന് തന്നെയാണ് കർഷകർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹിയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരമായിരിക്കും നടക്കാൻ പോകുന്നത്. ചരക്ക് വാഹനങ്ങൾ മാത്രമല്ല, സാധാരണ യാത്രാ വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്ന സാഹചര്യമുണ്ടാകും. ഡൽഹി പൂർണ്ണമായും വളയും എന്നാണ് അല്പസമയം മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ നടത്തിയ പരാമർശം, ഈ കാർഷിക നിയമങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത് കർഷക നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന നിലപാട് വ്യക്തമാക്കുമ്പോൾ നിയമത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന സൂചന തന്നെയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടത് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ, അതായത് ചർച്ച പരാജയപ്പെടുകയാണ് എങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകും എന്നും കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മോദി സർക്കാർ കർഷകനെ ഉപദ്രവിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. കരിനിയമങ്ങൾ വീണ്ടും നടപ്പാക്കി. കർഷകരുടെ ശബ്ദം രാജ്യമെമ്പാടും പ്രതിധ്വനിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സ്പീക്ക് അപ്പ് ഫോർ ഫാർമേഴ്സ് ക്യാമ്പയിനിലൂടെ ജനങ്ങൾക്ക് കർഷക പിന്തുണ അറിയിക്കാനും കോൺഗ്രസ് അവസരം ഒരുക്കിയിട്ടുണ്ട്.
രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ചലച്ചിത്ര താരം രജനീകാന്ത്. തീരുമാനമെടുത്താൽ എല്ലാവരെയും അറിയിക്കും. മക്കൾ മണ്ഡലം ജില്ലാ സെക്രട്ടറിമാരുടെ യോഗത്തിന് ശേഷമാണ് രജനീകാന്തിന്റെ പ്രതികരണം. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രദീപ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കുന്നതിനായി ചില പോലീസ് ഉദ്യോഗസ്ഥർ കെട്ടിച്ചമച്ചതാണ് കേസെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ചോദ്യം ചെയ്യലിൽ പ്രദീപ് കുമാർ സഹകരിക്കുന്നില്ല എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് കുറ്റ്യാടി മീമ്പറ്റി മലവാരത്തിൽ 219 ഏക്കർ വനഭൂമി കൈമാറാനുള്ള നീക്കം വിവാദമായതോടെ വനം മന്ത്രി അടിയന്തര യോഗം വിളിച്ചു. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് വിളിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 തിരുവനന്തപുരത്താണ് യോഗം. നിക്ഷിപ്ത വനഭൂമി അഭിരാമി പ്ലാന്റേഷന് കൈമാറാൻ വനംവകുപ്പ് നീക്കം നടത്തുന്നു എന്ന ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് വനമന്ത്രി കെ രാജുവിന്റെ ഇടപെടൽ. നാട്ടിലെങ്ങും വോട്ടംഗം. സ്ഥാനാർത്ഥിയായതുകൊണ്ട് ജീവിതചര്യയിലൊന്നും മാറ്റം വരുത്താത്ത ഒരാളുണ്ട് ഇടുക്കിയിൽ. രാജാക്കാട് 7-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി അംബിക ഷാജി. കാണാം. ഒരു കൈയിൽ ഉച്ചഭക്ഷണവുമായി തോട്ടത്തിലേക്കിറങ്ങിയതാണ്. പോകും വഴി കുറച്ച് വോട്ടർമാരെ കാണണം. അതിനാൽ നേരത്തെ ഇറങ്ങി. 1-2 പ്രവർത്തകരും ഒപ്പമുണ്ട്. രാജാക്കാട് പഞ്ചായത്ത് 7-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി അംബിക ഷാജിയുടെ പ്രചാരണം ഇങ്ങനെയാണ്. മന്ത്രി MM മണിയുടെ മകളും സ്ഥാനമൊഴിയുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമായ സതി കുഞ്ഞുമോനോടാണ് ഏറ്റുമുട്ടേണ്ടത്. എങ്കിലും പണി മാറ്റിവെച്ച് പ്രചാരണത്തിന് മുഴുവൻ സമയവും നീക്കിവെക്കാനാവില്ല. കാരണം സ്ഥാനാർത്ഥി തന്നെ പറയും. വേറെ വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് പോകുന്നുണ്ട്. ബാക്കി ദിവസങ്ങളിൽ എൻ്റെ പ്രവർത്തകർ വീടുകളിൽ കൂടെ കയറി അഭ്യർത്ഥന കൊടുക്കുന്നുണ്ട്. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ 1.5 മണിക്കൂറാണ് പ്രചാരണം. 8:30-ക്ക് തോട്ടത്തിലെത്തണം. വൈകിട്ട് തോട്ടത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇതുപോലെ വോട്ടർമാരെ കാണും. മറ്റുള്ള സ്ഥാനാർത്ഥികൾ മുഴുവൻ സമയവും ഫീൽഡിലുള്ളപ്പോൾ രാവിലെയും വൈകിട്ടുമുള്ള പ്രവർത്തനം പിന്നിലാക്കില്ലേ എന്ന ചോദ്യം അംബികയെ അലട്ടുന്നില്ല. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എൻ്റെ വാർഡിലെ എല്ലാ ആളുകളെയും, എല്ലാ കുടുംബങ്ങളെയും, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ, പ്രായമായ ആളുകൾ ഉൾപ്പെടെ എല്ലാ ആളുകളെയും എനിക്ക് സുപരിചിതമാണ്, അവർക്ക് എന്നെയും. അതുകൊണ്ട് എനിക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. ഇവിടെ ഒരു മാറ്റം, വളരെ നല്ലൊരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ കടുത്ത മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണിത്. ന്യൂസ് 18 രാജാക്കാട്.